അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുണ്യമാക്കപ്പെട്ട മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ മുഹറം മാസം തുടങ്ങിയല്ലോ, എല്ലാവരും ബിസ്മി ഒക്കെ എഴുതി വെച്ചു എന്ന് കരുതുന്നു. അങ്ങനെ ബിസ്മി എഴുതി വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ 360 പ്രാവശ്യം ആയത്ത് കുർസി ഓതിയവരും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ റമദാനിൽ മാത്രം ഖുർആൻ ഹത്തമാക്കിയാൽ പോരല്ലോ, എല്ലാ മാസവും കഴിയുന്നവരൊക്കെ എല്ലാ മാസവും പരിശുദ്ധ ഖുർആൻ ഹത്തമ് തീർക്കണട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു നിയ്യത്ത് വെക്കണം. ഞാൻ ഈ ഒരു മാസത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഹത്തം തീർക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങി വെക്കണം. നമ്മൾ എല്ലാ നിസ്കാര ശേഷം 2 പേജ് അങ്ങനെയൊക്കെ ഓതിയാൽ തന്നെ നമുക്ക് ഈ ഒരു മാസം ആകുമ്പോഴത്തേന് നമ്മൾ ഈ പരിശുദ്ധ ഖുർആനെ നമുക്ക് ഹത്തമുൽ ഖുർആനാക്കാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും തുടങ്ങിക്കൊള്ളുകൊണ്ട് കേട്ടോ. കഴിയുന്നവരൊക്കെ തുടങ്ങുക. ഓതി വെച്ചവരുണ്ടെങ്കിൽ അത് മുഴുവനാക്കുക. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാൻ വേണ്ടിയിട്ട് ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത്, നമ്മൾ 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാം. നമുക്ക് ബാങ്ക് കൊടുത്തോ, നമ്മൾ എന്ത് പണിയാണെങ്കിലും അത് അവിടെ ഇട്ടുകാണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് കുറച്ചൊരു 5-10 മിനിറ്റ് അല്ലേ വേണ്ടൂ, ആ സമയം നമ്മൾ നിസ്കരിക്കുക. എന്നിട്ട് നമ്മളെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാം. മറ്റത് നമ്മളെല്ലാ ജോലികളൊക്കെ തീർത്ത് വരുമ്പോഴത്തേന് ഇവിടെ ബാങ്ക് അസറിനും കൊടുക്കും. ചിലവരുണ്ട് ളുഹറും അസറും ഒപ്പം നിസ്കരിച്ചത്. ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞു അപ്പം തന്നെ കാണാം അസർ ബാങ്ക് കൊടുക്കണം, അപ്പം തന്നെ അസർ നിസ്കരിച്ചത്, രണ്ടും ഒപ്പം കുമ്പിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. കഴിയുന്നവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ മാസത്തിൽ ഹത്തം തീർക്കുക. വെറും റമദാനിൽ മാത്രമല്ല, ചില ആൾക്കാരുണ്ട് റമദാൻ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കണത്, റമദാനിൽ ഹത്തം തീർക്കാൻ, അല്ലാത്ത ഏതൊരു മാസവും ഹത്തം തീർക്കൂല. അപ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ട് വരേണ്ട ഒന്നാണ്. ഖുർആൻ ഓതിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത് ഓതിയാൽ നമുക്ക് മനസ്സിന് തന്നെ ഒരു ശാന്തിയും സമാധാനമൊക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് നിസ്കാരം. നമ്മൾ എത്രത്തോളം നിസ്കരിക്കുന്നു അപ്പോൾ അത്രത്തോളം നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ അടുത്ത് ഇങ്ങനെ പോകും. അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുക. ഖളാ ആയ കുറേ നിസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്തെടുത്ത് ഖളാ വീട്ടുക. പിന്നെ അതുപോലെ തന്നെ ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് നമ്മൾ ഏതൊരു ജോലിയിലാണെങ്കിലും ഏതൊരു പണിയിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കളിയിലും തമാശയിലും എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് പുണ്യമുണ്ട്. സ്വലാത്ത് വെറുതെ ആവില്ല. അതുപോലെ തന്നെ ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒക്കെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ 70,000 പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുക. അപ്പോൾ ഈ മുഹറം മാസത്തിൽ തന്നെ തുടങ്ങി വെച്ചോളി. 70,000 പ്രാവശ്യം ചൊല്ലാൻ ഞാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഞാൻ ചൊല്ലും ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആത്മാർത്ഥമായിട്ട് സ്വലാത്തിൻ്റെ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാൽ അതിന് കൂലിട്ടുള്ളൂ കേട്ടോ. അക്ഷരസ്ഫുടതയോട് കൂടി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിൽ കരുതി നല്ല നിയ്യത്തോട് കൂടി ചൊല്ലിയെങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ അതിന് ഫലം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മുഹറം മാസത്തിൽ നമ്മൾ ജനുവരി ഫെബ്രുവരി പോലെ തന്നെ അറബി മാസത്തിൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് മുഹറം, സഫർ, റബീഉൽ അവ്വൽ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ദിക്ർ 70,000 പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം 1000 പ്രാവശ്യമെങ്കിലും ചൊല്ലുമെന്ന് കരുതുക. അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ കരുതുന്നത് അത്ര ചൊല്ലിയിട്ട് നമ്മളിങ്ങനെ ബുക്കിൽ അടയാളപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ചൊല്ലാം.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ നല്ലത് മാത്രം ചെയ്യാം. നമ്മൾ ഈ ഫോണിലൊക്കെ കുറേ സമയം വേസ്റ്റായി നമ്മൾ കുറേ സമയം കളയുന്നുണ്ടല്ലോ. ആ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം കാണുക, കേൾക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഇതേപോലെ വല്ല ഏണിങ്സൊക്കെ തുടങ്ങണം എന്നുള്ളപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി. നമ്മൾ മുഖം ഔറത്തോ ഒന്നും കാണിക്കണില്ലല്ലോ. പിന്നെ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ലേ നമ്മൾ നീങ്ങണത്. ആരും 10 പൈസ 5 പൈസ ഇറങ്ങാണ്ട് എന്നാൽ എനിക്ക് ഇറങ്ങാണ്ട് ആരും തരൂല. അപ്പം ഈ ഒരു മാസം നമ്മളെ എല്ലാ കാര്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഈ ഒരു വർഷം കേട്ടോ, ഈ വർഷം എല്ലാം നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നെ നാളെ വ്യാഴാഴ്ചയാണ്, ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നാളെ. അപ്പോൾ ഒരുപാട് മഹത്വങ്ങളുള്ള ദിവസമാണ്. പിന്നെ വരുന്നത് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസവും ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസവും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക. നമ്മൾ ഏത് സമയത്തും അള്ളാഹുവിനോട് നമ്മളിങ്ങനെ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്ത് ഇടങ്ങേറുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് മാറ്റിത്തരും. ജൂൺ 17 ബുധന് മുഹറം 1 ആയതുകൊണ്ട് തന്നെ താസുആവും ആഷൂറാവും, അതായത് മുഹറം 9ഉം 10ഉം ജൂൺ 25, 26 അത് പുണ്യമാക്കപ്പെട്ട വ്യാഴം വെള്ളി ദിവസമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം ഇജാബത്ത് കിട്ടും എന്നുള്ളതിന് 100% ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. 5 വക്ത് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കുക. അതുപോലെ നമ്മൾ ഖളാ ആക്കാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ, കാരണം നമ്മൾ എന്തെങ്കിലും പരിപാടിക്കോ എന്തിനൊക്കെ പോയാലും ഇന്ന് ഖളാ ആവും വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് സമീപത്ത് എവിടെയെങ്കിലും നമ്മൾ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാനിട്ടാണ്, നമുക്കത് കിട്ടും, നമ്മളത് വേണ്ട വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു റാഹത്ത് കിട്ടും, മനസ്സിനൊരു സുഖം കിട്ടും. പക്ഷെ അത് നമ്മൾ ആൾക്കാരെ കാണാനോ മറ്റുള്ളവരെ കാണാനോ വേണ്ടിയിട്ടൊന്നുമല്ല, അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പറ്റണ സമയത്തൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക. ചുരുങ്ങിയത് രാവിലെയും രാത്രിയും മഗ്‌രിബിൻ്റെ ഇടയിലും സുബ്ഹ് ശേഷമെങ്കിലും കുറച്ചെങ്കിലും ഖുർആനൊക്കെ ഓതാനുള്ള സമയം കണ്ടെത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ എന്തൊക്കെയോ ഒരു മാറ്റം, വലിയൊരു മാറ്റമൊക്കെ സംഭവിച്ച പോലെ നമുക്ക് തോന്നും. ഇനി എന്തെങ്കിലും ഇടങ്ങേറുകളും പ്രയാസവും മനസ്സൊക്കെ ഒരു മനോവിഷമമൊക്കെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് വിഷമങ്ങളൊക്കെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊരു മാറ്റം വന്നിക്കണമെന്നുള്ളത്. ഇത് ഞാൻ പറയണതല്ല, ചെയ്തു നോക്കിയാൽ ഫലം ഉറപ്പാണ്. ഞാനിതൊന്നും ചെയ്യാത്തൊരു സമയത്ത് എനിക്ക് വെറുതെ കുറേ കണ്ണീര് കളഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ കണ്ണീര് പോയ ആ ഒരു മന്ദപ്പിൽ ഇങ്ങനെ നടക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിക്കൊരു സുഖം, സന്തോഷം, റാഹത്തൊക്കെ കിട്ടും. നമ്മളെ ജീവിതത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണെങ്കിലും ഇപ്പോൾ ഒരു 10 രൂപ അതിൻ്റെ ബർക്കത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും അത് മതിയാവും. പോരെ, അത് മതിയാവും. നമ്മളെ ലോണൊന്നും നമ്മളെ കടം ബാങ്ക് അതിനൊക്കെ നമ്മളെ കൈസിലാക്കി തരട്ടെ. നമ്മളെ വീടിൻ്റെ ആധാരം വെച്ച് കണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ആധാരമൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ റബ്ബേ നീ തരല്ലേ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പവർഫുള്ളായൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്ക് അർഹൻ ആരുമില്ല, ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഞാൻ അതിക്രമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ച് തരണം. അങ്ങനെ ഏതെങ്കിലും ദിക്ർ, ഇത് അസ്മാഉൽ ഹുസ്നയോട് ബന്ധപ്പെട്ട ഒരു ദിക്റാണ്, ഇസ്മുല്ലാഹുണ്ട് പറഞ്ഞ ദിക്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചൊല്ലുമ്പോഴൊക്കെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് ഇങ്ങനെ സമർപ്പിക്കുക. നമ്മളെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തരും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.